ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും തലപതി 69 ഇന്നലെ ഇതിന്റെ ഒരു ട്രിബ്യൂട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റും 32 സെക്കൻഡ് അങ്ങാണ്ടുള്ള ഒരു വീഡിയോ. അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നലെ 3-4 സിനിമകൾ ഒരുമിച്ച് കണ്ടു. ഐ മീൻ ആദ്യം ഒരു 2 സിനിമ കണ്ടു, ARM, അത് കഴിഞ്ഞിട്ടൊരു സിനിമ, അത് കഴിഞ്ഞ് ഇന്നലെ കൊണ്ടലും ബാഡ് ബോയ്സും ഇതെല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഇടയിൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാതിരുന്നത്. പിന്നെ ഓണം പ്രോഗ്രാം, സ്കൂളിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ കുറച്ച് പരിപാടികളായിട്ടൊക്കെ അങ്ങനെ പോയി. എന്തായാലും ഇന്ന് ഇതിന്റെ ഒഫീഷ്യൽ ഒരു അനൗൺസ്മെന്റ്, അതായത് പോസ്റ്റർ കൂടെ വരും എന്ന് നമുക്ക് അറിയായിരുന്നു. അപ്പൊ അതും കൂടെ വന്നിട്ട് രണ്ടും ഒരുമിച്ച് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് ആ പോസ്റ്റർ, തലപതി 69ന്റെ പോസ്റ്റർ. പോസ്റ്റർ ഒറ്റയടി കാണുമ്പോഴേ നമുക്കറിയാം ലീഡർ എന്നുള്ള ഒരു വാക്കാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത്. ഒരു ഒരു നേതാവ് ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഒരു നേതാവ് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ഫീലാണ് ആദ്യം വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ദളപതി വിജയ് ആണെങ്കിലും സിനിമ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കും എന്ന് ആദ്യം പറഞ്ഞിരുന്നു. എന്നാൽ അതല്ല, സിനിമ പൂർണ്ണമായിട്ടും നിർത്തില്ല, എന്നാലും സജീവമായിട്ട് ഈ സിനിമയിൽ ഉണ്ടാവില്ല, നമുക്ക് എന്തായാലും അറിയാം. അപ്പൊ അതിനുശേഷം നേരെ പൊളിറ്റിക്സിലേക്ക് വരികയാണ്. CM 2026 ആകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം അവിടെ കിടക്കുന്നത്. അത് റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം കിടക്കുന്നതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്ന അതാണ്. അദ്ദേഹം എന്താവും, പൊളിറ്റിക്സ് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് വരുന്നത്. മാത്രമല്ല, നമ്മുടെ ഗോട്ടിലാണെങ്കിൽ പോലും അത്തരത്തിൽ അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്ന പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കുറെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ SKക്ക് ശിവകാർത്തികേയന് ഗണ്ണ് കൈമാറുന്നതും അതിനുശേഷം ശിവകാർത്തികൻ നിങ്ങൾ ഇതിനേക്കാൾ വലിയ ഒരു പരിപാടിക്കാണ് പോകണമെന്ന് അറിയാം, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സ്ഥാനം ഏറ്റെടുത്ത പോലെയുള്ള ഒരു പരിപാടികളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്തായാലും ഇത് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ഓർമ്മ വരുന്നത്, ആൻഡ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദ ടോർച്ച് ഡീലർ ഓഫ് ഡെമോക്രസി അറൈവിംഗ് സൂൺ എന്നാണ്. ടോർച്ച് ഡീലർ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ, അല്ലെ, എന്താണ്, ദീപം കാക്കുന്ന ആളെന്നൊക്കെയാണല്ലോ പറയാ. എന്തോ മലയാളത്തിൽ കറക്റ്റ് എങ്ങനെ പറയൂടെ? അതന്നെ സംഭവം. ഡെമോക്രസിയുടെ വെളിച്ചം കാക്കുന്നവൻ, ദീപം കാക്കുന്നവൻ, അല്ലെങ്കിൽ ദീപം സംരക്ഷിക്കുന്നവൻ, അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നവൻ എന്നൊക്കെ പറയാം. എന്തായാലും പെട്ടെന്ന് വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു മലയാളം വീട് ഇപ്പൊ അതിനെന്ത് വരും എനിക്ക് അറിയില്ലായിരുന്നു. കമന്റിൽ രേഖപ്പെടുത്തുക. KVN തലപതി 69, തലപതി വിജയ് ഈസ് തലപതി 69 കൊടുത്തിട്ടുണ്ട്. H. വിനോദ് ആസ് അനിരുദ്ധ് മ്യൂസിക്കൽ ആൻഡ് അനിരുദ്ധ് മ്യൂസിക്കൽ co-produced by ജഗദീഷ് പളനിസ്വാമി അല്ലേ? ഓക്കെ. ലോഹിത് NK. വെങ്കട് എന്ന് പറയുമ്പോൾ വെങ്കട് പ്രഭു ആണ് ആദ്യം ഓർമ്മ വരുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ വെങ്കട് K. കരയനെ, നാരായണ. സോറി കേട്ടോ, കറക്റ്റ് മനസ്സിലായില്ല. October 2025. അപ്പോ October 2025. October 2025. അടുത്ത വർഷം ഒക്ടോബറിൽ. അനൗൺസ്മെന്റ് മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇതിന്റെ എത്രയോ അപ്ഡേറ്റുകൾ വരാനുണ്ട്. പിന്നെ 2025 ഒക്ടോബർ എന്ന് പറയുമ്പോൾ എത്രയോ സമയമുണ്ട് അല്ലേ? ഇതിപ്പോ ഒക്ടോബർ ഇപ്പോഴും ആയിട്ടുള്ള, ഒരു വർഷത്തിന് മുകളിൽ. സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു വർഷം 1 മാസം ഉണ്ട്. ഭയങ്കരം തന്നെ. പോസ്റ്റർ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി പോസ്റ്ററാണ്. ഒറ്റയടിക്ക് കണ്ടാൽ തന്നെ ഇത് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന പോസ്റ്റർ തന്നെയാണ്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് തലപതി 69 വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് ഒരു വിജയ് സിനിമ കാണുക എന്നുള്ള, സാധാരണ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതീക്ഷകളും കാത്തിരിപ്പും അതൊന്നുമല്ല. അത്തരത്തിൽ ഒരു പ്രതീക്ഷയും ഒരു സംഭവം ഒന്നും എനിക്കില്ല. ഞാൻ കാത്തിരിക്കുന്നത് തലപതി വിജയ്, മേ ബി 70, തലപതി 70 ഇപ്പോൾ തന്നെ സംഭവിച്ചേക്കാവുന്ന രീതിയിൽ കിംവദന്തികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മേ ബി തലപതി 69 ആയിരിക്കും അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ എന്നാണ് തോന്നുന്നത്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിജയ് അദ്ദേഹത്തിന് അവസാനമായി ഒരു, അല്ലെങ്കിൽ വലിയൊരു ഇടവേളയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പിന് മുമ്പായി ലാസ്റ്റ് ഒരു പടം ഒരു വലിയ സ്ക്രീനിൽ കാണുക എന്നുള്ള മൈൻഡ് മാത്രമാണ് ഞാൻ അതിന് വെക്കുന്നത്. ഗോട്ടിന് പോലും ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഗോട്ടിനൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള യാതൊരു പ്രതീക്ഷയും ഒന്നും വെക്കാതെ തലപതി വിജയ് അവസാനമായി ചെയ്യാൻ പോകുന്ന ഒരു സിനിമ, ഒരു ഗ്യാപ്പിന് മുമ്പ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ. എന്തുകൊണ്ടോ തലപതി 69 ഈ ഒരു അപ്ഡേറ്റും അല്ലെങ്കിൽ ഇങ്ങനെ അനൗൺസ്മെന്റും വരുന്നതിന് മുമ്പേ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കിനി ചെയ്യാനുള്ളത് ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, ഹെഡ്സെറ്റ് എടുത്തിട്ടില്ലായിരുന്നു. നമുക്കിനി ചെയ്യാനുള്ളത് ഇതിന്റെ ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഇന്നലെ KVN വന്നിട്ടുള്ളതാണ്. KVN പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്ന് ചെയ്യോ എന്ന് ചോദിച്ചിട്ട്. എന്തായാലും ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു വീഡിയോ. ഓക്കെ, നമുക്കത് കണ്ട് വരാം, എന്നിട്ട് ബാക്കി സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. ലെറ്റ്സ് വാച്ച്. റെഡി?
AVN Productions. நெஞ்சில் குடியிருக்கும் one last time. അങ്ങനെയൊക്കെ ഇവർ കൊടുത്തു. ரொம்ப வருத்தமா இருக்கு. இன்னும் ஒரு படம் தான் இந்த மாதிரி தியேட்டர்ல பார்க்க போறேன்ட்டு. லாஸ்ட் படம் ஆக்கியோ. நான் இந்த சினி லைனில் வந்து 30 வருஷமாக இருக்கேன். சார் 40 வருஷமாக சினிமா இதில் வேலை செய்கிறோம். நான் சினிமா துறையில் வெல்டிங் வேலை செஞ்சுட்டு இருக்கேன். பத்திரிலேருந்து ஆர்மி ஸ்டுடியோவில் பெரிய பெரிய செட்டுங்க, நிறைய படம் கில்லி. முதல் முறையாக ஒரு 100 வெல்டர் வச்சு வேலை செஞ்சது அந்த படம் செய்யறாங்க. 24 தொழிலாளியும் வேலை செய்கிறாங்க. 150 வெல்டருக்கு சினிமாவுக்கு வர காரணமே வந்து விஜய் சார் தான். கிட்டத்தட்ட ஒரு 1000-2000 குடும்பம் வந்து விஜய் சார் மூலியமாக போயிட்டு இருக்கு. குறைஞ்சபட்சம் 500-1000 பேர் வேலை செஞ்சு தான் இருக்காங்க. 69 படத்தோடு நிறுத்துறாரு அப்படின்னு எல்லாருக்கும் கொஞ்சம் சங்கடம் இருக்குது. അണ്ണൻ തളപതി 69 ശേഷം പടം ചെയ്യുന്നില്ല എന്ന് കേട്ടതോടെ കേരളത്തിലെ ഓരോ ആരാധകരും സങ്കടത്തിലാണ്. വിജയണ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റാർ മാത്രമല്ല, വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. தளபதி படத்தை கூட்டிகிட்டு போகணுன்னு என் வீட்டிலேருந்து பிள்ளைய கேட்டால் நான் என்ன பதில் நான் சொல்கிறது? நீங்கள் படங்கள் ஸ்டாப் பண்ணிட்டா எங்கள் லைஃப்பில் ஒரு பெரிய ஒரு பார்ட் போகிற மாதிரி. അണ്ണൻ തളപതി 69 ശേഷവും പടം ചെയ്യണം എന്നുള്ളത്. இந்த கில்லி ரீலீஸ் ஆன இந்த படத்துக்கே நாங்கள் இவ்வளோ ஹாப்பியாக கொண்டாடணும். அது சாரோட லாஸ்ட் படத்துக்கு நாங்கள் இன்னும் இதோட திருவிழா போல் கொண்டாடுறதுக்காக வெயிட் பண்ணியிருக்கோம். இதுக்கப்புறமா அந்த 69 படமும் நாங்கள் ரீலீஸ் பண்ணி பார்க்கறதுக்கு அவ்வளோ ஹாப்பியாக இருக்கும். கோட் படம் நாங்கள் கொண்டாடணும், இந்த படம் நாங்கள் நல்லா கொண்டாடுவோம், அடுத்த படம் கொண்டாடுவோம். ஆனால் தேட்டர் விட்டு வெளியே வரும்போது கண்டிப்பாக எங்களுக்கு வருத்தம் இருக்கும். ரொம்பவே கஷ்டமாகவே இருக்குது மனசு. இந்த கல்ச்சரே அவ்வளோ இதோட முடிஞ்சிச்சு, யாருமே சொல்கிறதில்ல. ஒரு ரசிகையாகவும் ஒரு தங்கச்சியாகவும் சொல்கிறேன் நான். விஜய் தேட்டரில் அதே மாதிரி ஒரு செலிப்ரேஷன் யாருமே இது வரைக்கும் இந்த பார்த்துதான் மாதிரி ஒரு செலிப்ரேஷன் இங்கே நடக்கும். கொரோனா பீரியடில் வந்து தேட்டரே மூடலாங்கும் போது இவர் ஒருத்தர் தான் ஃபைட் பண்ணி இந்த மாதிரி தேட்டருக்கு தான் கொண்டு வருவேன், என் படத்தை என்னை நம்பி ரசிகர்கள் இருக்கிறாங்க, ஊழியர்கள் இருக்காங்க, தேட்டருக்காரங்க இருக்கிறாங்கன்னு சொல்லி ரொம்ப ஃபைட் பண்ணார். ப்ரொடியூசர் எல்லாருமே கம்பல் பண்ணாங்க, இந்த மாதிரி முடியல எனக்கா பொறுமையாக இருன்னு சொல்லி. அவர் கொண்டு வந்ததுனால தான் நாங்கள் தேட்டர் இப்போ நடத்திட்டு இருக்க. இல்லை நாங்களாம் அப்பவுமே க்ளோஸ் பண்ணிவிட்டு வேற ஒரு குழப்ப தேடி పోయిర్పాం. ఇక ఒక 3 గంటలు మాత్రమే థియేటర్లో ఆయన సినిమాని సెలబ్రేట్ చేసే అవకాశం మనకి దక్కుతుంది. இப்போ 69 ஸ்டார்ட் பண்ண போகிறாங்க. ரொம்ப எக்ஸ்பெக்டேஷனாக இருக்குது. என்னென்னா அரசியல் வர போகிறாரு, யார் டைரக்டர், யார் கம்பெனிஸ், இப்படிலாம் எதிர்பார்ப்பு ஜாஸ்தியாக இருந்துகிட்டே இருக்குது. அதுக்கு டேரக்டர் யாருன்னு தெரியல. இந்த படம் எப்படி இருக்கும், எந்த மாதிரி இம்பாக்ட் கிரியேட் பண்ணும், கெரியரில் வந்துட்டு ரொம்ப பெருசாக இருக்கும்னு நாங்கள் எதிர்பார்க்குறோம். முதல் ஷோவில் நான் மட்டும் இல்லை, என் பையன், என் மனைவி, என் பொண்ணு, என் மருமக, என் பேத்தி, இன்னும் பிறக்க போகிற அடுத்த பேரை கொஞ்சம் மாசம் குழந்தையோட வந்து நாங்கள் படம் பார்த்தா ஒரு வாழ்த்துவோம். 69 படத்துக்கு மரணம் வெயிட் பண்ணிட்டு இருக்கோம். அந்த FDFS போகிறப்போ அது மாதிரி மிக்சட் எமோஷனாக இருக்கும். அது எப்படி கன்வே பண்ணுறதுன்னே தெரியல. और फिल्म इंडस्ट्री ಆಗಲಿ ರಾಜಕೀಯ ಆಗಲಿ ಲಯನ್ ಈಸ್ ಆಲ್ವೇಸ್ ಎ ಲಯನ್. ഇന്നലെ വന്ന വീഡിയോ കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ അനൗൺസ്മെന്റ് നാളെ എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത്. അതായത് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇത് വിജയ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇത്രയും സ്നേഹിക്കുന്ന ആളുകൾ, ഇത് ഇപ്പൊ ഈ കണ്ട പോലെ തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഏകദേശം അതിനോട് സെയിം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ
നമ്മൾ കേരളീയർ, നമ്മൾ മലയാളികൾ അത്ര പേര് ഇതുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു ഭാഷകളിലും അത്രയും ഭയങ്കര ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. തമിഴ്നാട്ടിലെ കാര്യം പറയുമ്പോൾ ഫാൻസ് എന്ന് വിളിക്കാൻ കഴിയില്ല, ഒരു ദൈവത്തെ പോലെയൊക്കെയാണ് കാണുന്നത് തലമുറയില്. അത്രയും സ്നേഹിച്ച്, അത്രയും ഇപ്പോ ഇതിൽ തന്നെ കുറെ കമന്റ് ഉണ്ട്, ഞങ്ങളെ എന്താ പറയാ കുടുംബത്തിലൊരാളെന്ന രീതിയിൽ കണ്ട് അങ്ങനെ സ്നേഹിച്ച്, സ്വന്തം ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സ്വന്തം അണ്ണൻ എന്നുള്ള രീതിയിലൊക്കെ കണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന മറ്റൊരു നടൻ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയും ഭയങ്കര കേട്ടോ ഫാൻ പവർ, ഇത് പറയാതിരിക്കാൻ കഴിയില്ല. പുള്ളിക്കാരൻ ഈ സിനിമ നിർത്തുമ്പോൾ നമ്മളൊക്കെ പറയുന്ന പോലെയല്ല, അത്രയും ഹാർഡായിട്ട് സ്നേഹിക്കുന്ന ആൾക്ക് അത് ഭയങ്കര വിഷമാട്ടോ. അത് ഇതെങ്ങനെ താങ്ങും എന്നുള്ളത് വരെ അങ്ങനെ വരെ ഡൗട്ടുള്ള ആളുകളുണ്ട്. അത് പുള്ളിക്കാരൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ബോണ്ട് തന്നെയാണ്. ഒരു നടൻ എന്ന രീതിയിൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്റെ ആരാധകർ, എന്റെ എന്താ പറയാ എന്താ നൻപൻ, നൻപികൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനെ എന്റെ എന്നുള്ളൊരു മൈൻഡിൽ അദ്ദേഹം കാണുന്നോണ്ട് തന്നെയാണ് അത്. നമുക്ക് തന്നെ അറിയാം, പുള്ളി പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ വന്നിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇരിക്കുകയാണെങ്കിൽ പോലും മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് വിനയത്തോടെ വളരെ കാം ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഞാൻ വേറെ എവിടെയും കണ്ടില്ല. ഞാൻ ആ കണ്ടിട്ടുള്ളത് ഓഡിയോ ലോഞ്ചിനോ അങ്ങനെ അല്ലെങ്കിൽ ആരാധകർക്ക് മുമ്പ് എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് വിജയിനെ 100% ഹാപ്പി ആയി അല്ലെങ്കിൽ 100% എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ പ്രോഗ്രാംസിന് വേണ്ടി മാത്രമാണ്. അതും സ്വന്തം അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് അത്രയും എനർജറ്റിക് ആയിട്ട്, അത്രയും ലൗഡായിട്ട്, അത്രയും തമാശ പറഞ്ഞ് എൻജോയ് ചെയ്ത് ചിരിച്ച് പാട്ട് പാടി അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള അവിടെ മാത്രം. നമ്മൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അത് റിയൽ ആയിട്ട് നമ്മൾ എത്രയോ ഇന്റർവ്യൂസ് അധികം വന്നിട്ടില്ല, എന്നാൽ പോലും ഇന്റർവ്യൂസ് വരികയാണെങ്കിലും അതല്ലാതെ ഇപ്പൊ ഒരു ഓഡിയോ ലോഞ്ച് നടക്കുമ്പോൾ മുമ്പിൽ ഇരുന്ന് ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ പോലും പുള്ളി അവിടെ ഇരിക്കുന്നത് വളരെ ക്വയറ്റ് ആയിട്ടാണ്, വളരെ കാമായിട്ടാണ്. പുള്ളി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ആരവുണ്ടാവും, അവിടെ തന്നെ പുള്ളി ഓണാ. പിന്നെ ഫുൾ എനർജി എന്റെ ലാസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ ഫുൾ ഒരൊറ്റ ഇതിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇതല്ലാതെ ഇപ്പോ പുള്ളിക്കാരൻ തന്നെ ഈ 10ാം ക്ലാസ് ജയിച്ച ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണെങ്കിലും അതല്ലാതെ ഒരുപാട് ഈ ഫാൻസിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ചെയ്യുന്ന ഓരോ പരിപാടി ആണെങ്കിലും പുള്ളിക്കാരൻ തന്നെ വന്ന്, പുള്ളിക്കാരൻ തന്നെ നിന്ന് എൻഡ് വരെ പുള്ളി പ്രോഗ്രാമിന്റെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ എന്താ പറയാ വളരെ എങ്ങനെയാണത് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ജെന്യൂൻ ആയിട്ട് പുള്ളി പ്രവർത്തിക്കുമ്പോൾ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഈ സിനിമ നിർത്തരുത് ഓഫ് കോഴ്സ്. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുറെ ആളുകൾ ഈ സിനിമയെ കുറ്റം പറയുന്നവരുണ്ട്, നെഗറ്റീവ് പറയുന്നവരുണ്ട്. ചില സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും. പക്ഷെ ഇന്നലെ പുള്ളിനോടുള്ള ഒരു ഇഷ്ടം, ഒരു സ്നേഹം ഉള്ളിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളത്. ഇനിയിപ്പോ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾ പോലും അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് അതില്ല. ആ 2.5 മണിക്കൂർ എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളിനെ. അത് എന്തൊക്കെ അത് രക്ഷകനാണ്, റിപ്പീറ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു 2.5 മണിക്കൂർ തലപതിനെ എൻജോയ് ചെയ്തിട്ടാണ് അവര് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ ഇദ്ദേഹം ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ടിക്കറ്റ് എടുത്തേക്കാം എന്ന് കരുതുന്നതല്ലല്ലോ. പുള്ളിന്റെ സിനിമകൾ ഇഷ്ടമായി, അത് എൻജോയ് ചെയ്യാൻ പറ്റും, ആ ഒരു ഫെസ്റ്റിവൽ വൈബ് അത് ആഘോഷമാക്കുക എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് അവർ വരുന്നത്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ടാണ് ഈ കുറ്റം പറയുന്നത്. സോ എനിക്കെപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന പോലെ. അതിപ്പോ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഇദ്ദേഹം ആണെങ്കിലും ഏത് വലിയ നടനാണെങ്കിലും നമ്മളത് പറയും. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ എയിം ചെയ്ത് പറയൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ആ തിയേറ്ററിൽ അത് എൻജോയ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവണത കണ്ടിട്ടുള്ളത്. പിന്നെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എച്ച് വിനോദ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടതാണ്. എച്ച് വിനോദ് ഇതിനു മുമ്പ് നമ്മുടെ കമൽഹാസനെ വെച്ചിട്ടൊരു പടം ചെയ്യാൻ നിന്നിരുന്നു. ഇതുപോലെ ഒരു പന്തൊക്കെ കത്തിച്ച് പിടിച്ച് ദീപശിഖ പോലെ ഒരു സംഭവമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും വന്നില്ല. അപ്പൊ ഇത് കാണുമ്പോൾ ഇത് ആ സിനിമയാണോ ഇതെന്ന് കാരണം നമ്മൾ ചിന്തിക്കാൻ കാരണം എച്ച് വിനോദ് ആയതുകൊണ്ടാണ് കേട്ടോ. ആ പുള്ളിക്കാരന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന സിനിമ അത് തന്നെയാണോ ഇപ്പോ തലപതിനെ വെച്ച് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമ എന്താകും, ഇതിന്റെ സ്ക്രിപ്റ്റ് വൈസ് എന്താണ്, അങ്ങനെ ഞാൻ ഈ പടത്തിന് ഇപ്പൊ ഈ കഴിഞ്ഞ സിനിമയ്ക്ക് വരെ, അത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ വരെ പോകുമ്പോൾ സ്ക്രിപ്റ്റ് എന്താവും, അഭിനയം എങ്ങനെ വരും, ഇതൊക്കെ നമ്മൾ റിവ്യൂ പറയാനല്ലോ. അപ്പൊ ആ രീതി നമ്മൾ അങ്ങനെ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ എന്റെ മൈൻഡിൽ ഞാൻ ഉള്ളത് ഇദ്ദേഹത്തിന്റെ ഇപ്പൊ തന്നെ പറയുന്നത് 1 ലാസ്റ്റ് ടൈം എഴുതി കാണിക്കുന്നത്. അപ്പൊ 1 ലാസ്റ്റ് ടൈം മേ ബി അതങ്ങനെയാണെങ്കിലോ എന്നൊരു തോന്നൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വിജയെ ആ ഒരു വലിയ സ്ക്രീനിൽ കാണുക, ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ സ്വാഗും എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് മാത്രമാണ് എൻ്റെ ഉള്ളിൽ നിലവിലുള്ളത്. ടൈറ്റിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പ്രതീക്ഷകൾ താനേ വരുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ഹൈപ്പ് കൂട്ടുന്നതോ പ്രതീക്ഷ കൊടുക്കുന്നതോ അല്ല, അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അത് വരില്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ എൻ്റെ ഉള്ളിലുള്ളത് അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, പുള്ളി ഇതോടെ സിനിമ നിർത്തി ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. മാത്രമല്ല തമിഴിൽ ഒരുപാട് ചാനൽ വന്നിരുന്നു പുള്ളി വീണ്ടും സിനിമ ചെയ്യണം എന്ന് ആഗ്രഹം
അതായത് അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ആരാധകരുടെ അപേക്ഷയും റിക്വസ്റ്റും മാനിച്ച് അവരുടെ ആഗ്രഹപ്രകാരം വീണ്ടും സിനിമകൾ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സജീവമായിട്ട് എന്തായാലും ഉണ്ടാവില്ല. അത് രാഷ്ട്രീയത്തിലെ പുള്ളിക്കാരൻ CM ആവോ ഇല്ലയോ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും സംഭവിക്കുക. എന്തായാലും ഒരേ സമയം സന്തോഷമുണ്ട്, ഒരേ സമയം സങ്കടമുണ്ട്. സന്തോഷം, പുള്ളിക്കാരൻ വീണ്ടും തമിഴ്നാട്ടിലാണെങ്കിലും CM ആകാനോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങി സജീവമായിട്ട് പുള്ളി അവിടെ ഉണ്ടല്ലോ എന്നുള്ളതിനാണെങ്കിൽ സങ്കടം. ഇനി അത്തരത്തിലൊരു വൈബ് മറ്റൊരു സിനിമയ്ക്ക് കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു വൈബ് ഉണ്ട്, ഫാൻ ഷോക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഇനി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇനി ആരും ഒരിക്കലും പുള്ളിക്കാരത് കാണൂല. പുള്ളിക്കാരൻ ഒരിക്കലും നമ്മൾ പറഞ്ഞതല്ല, പുള്ളിക്കാരായിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും കേൾക്കുന്നുണ്ടെങ്കിൽ തലപതി വിജയ് അണ്ണാ സിനിമ നിർത്തരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. സോ അതുകൂടെ കാണാം.